അതേപോലെ തന്നെ ഏറ്റവും സങ്കടകരമായ അവസ്ഥ, ഞാൻ ആരെയും കുറ്റം പറയില്ല, ഇന്ന് നമ്മുടെ മുസ്ലിം സമുദായത്തിലെ പെണ്ണുങ്ങൾ പ്രത്യേകിച്ച് നാട്ടിലേക്ക് ഇറങ്ങാൻ, അങ്ങാടികളിലേക്ക് ഇറങ്ങാൻ, ജോലി സ്ഥാപനങ്ങളിലേക്ക് ഇറങ്ങാൻ അവസരം കാത്തുക്കണം. ഒരു പെണ്ണ് ജോലിക്ക് പോകണമെങ്കിൽ ഇസ്ലാം എതിരല്ല. ഒരു പെണ്ണ് മാന്യമായിട്ട് ജോലിക്ക് പോകണമെങ്കിൽ ഇസ്ലാം എതിരല്ല. പക്ഷെ ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കാൻ എന്തിനാ ജോലിക്കാണ്? ഭർത്താവിന് നല്ല ജോലിയുണ്ട്, വീട്ടിൽ നല്ല സാമ്പത്തിക, ഓളെ വീട്ടിലുണ്ട്, ഇവിടുത്തെ വീട്ടിലുണ്ട്. ഇവൾക്ക് വലിയ എഡ്യൂക്കേഷൻ ഉണ്ടോ? വലിയ എഡ്യൂക്കേഷൻ ഒന്നും ഇല്ലതാനും. ഉണ്ടെങ്കിൽ അവള് പഠിച്ചു, ഓളൊരു പാഷനാണ്, ഓള് ദീനിയായിട്ട് നന്നായിട്ട് ഓളെ പിന്നെ നിക്കാബ് ഉണ്ടെങ്കിൽ നിക്കാബും ഹിജാബൊക്കെ ഇട്ട് മാന്യമായിട്ട് ജോലിക്ക് പോകണമെങ്കിൽ ഇസ്ലാം എതിരല്ല. ഇവള് ഒരിക്കൽ എന്നോട് ഒരു രക്ഷിതാവ് പറഞ്ഞു, ഒരാൾ പറഞ്ഞു, അഥവാ ഇവള് ജോലിക്ക് പോകുന്ന ഇടത്തെ വണ്ടിക്കൂലി കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഓള് കൊടുന്ന് അവർക്ക് കിട്ടുന്ന സാലറിയും കൂടി വെച്ച് നോക്കുമ്പോൾ വണ്ടിക്കൂലി കൂടുതലാണ്, എന്നാലും ജോലിക്ക് പോകും. എങ്ങനെ? വണ്ടിക്കൂലി കൂടുതലാണ്. കാരണം പരീന്നാണ് രക്ഷപ്പെടുന്നത്. ഞാൻ എല്ലാവരെയും കുറിച്ച് പറയും, കുറച്ചാളുകൾ അങ്ങനെയുണ്ട്, നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയില്ല. കുറച്ചാളുകൾ അങ്ങനെയാണ്. നമ്മുടെ മുസ്ലിം കുടുംബത്തിലെ പെൺകുട്ടികൾ തന്നെ ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കാൻ വയ്യ, ഭാര്യ അമ്മായും അമ്മോശങ്ക ചൊറയാണ്, ബുദ്ധിമുട്ടാണ്, അവിടെ ഓല സഹിക്കാൻ വയ്യ. അപ്പൊ രാവിലെ അങ്ങോട്ട് പോകാം, മക്കളുമാണെങ്കിൽ ഉമ്മാര് നോക്കിക്കോളും. നമ്മുടെ ഇന്നത്തെ ഉമ്മാരെ അവസ്ഥ, അഥവാ ഇവരുടെ തൊട്ട് മുമ്പത്തെ തലമുറ ഓല മക്കളെ നോക്കണം, പേരക്കുട്ടികളെ നോക്കണം, ആ അവസ്ഥയിലാണ്. മോളോടൊന്നും പറയാൻ വയ്യ. വല്യമാർക്ക് നോക്കൽ, കുട്ടികളെ നോക്കല പണി. എന്നിട്ട് ഈ ഉമ്മാര് വളരെ ഉത്തരവാദിത്വമുള്ള, ഞാൻ പറയുന്നത് വെച്ച് ജോലിക്ക് പോകുന്ന ഉത്തരവാദിത്വം കാണിക്കുന്ന ഉമ്മമാരുണ്ട്. എന്നിട്ട് ജോലിയും കഴിഞ്ഞ് ക്ഷീണം കഴിഞ്ഞ്, ഞാൻ ജാമ്യയിൽ അധ്യാപകനാണെന്ന് നിങ്ങൾക്കറിയാം, ചിലപ്പോ മഗ്രിബ് ജാമ്യം നിസ്കരിച്ച് വരുന്ന സമയത്തുണ്ടാവും നമ്മളെ വേങ്ങരങ്ങാടിയിലൊക്കെ നമ്മുടെ പെണ്ണുങ്ങൾ ജോലി കഴിഞ്ഞ് വരികയാണ്, വീട്ടിലെത്തിയിട്ടില്ല, 7 മണിക്ക് 7:30 മണിക്ക്. എന്തിനാണ് സഹോദരിമാരെ ഇത്? എന്ത് ഉത്തരവാദിത്തമാണ് ആ വീടിനുള്ളത്, മക്കളോടുള്ളത്? ഒരു സാരിസ് മോലിന്റെ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ട് ഞാൻ, വൈകി വരുന്ന ഉമ്മ വീട്ടിലേക്ക് കയറുമ്പോ മോന് സ്റ്റെപ്പും ഇരിക്കണേ. 2 വയസ്സാകാത്ത കുട്ടി, മുല കുടിക്കുന്ന കുട്ടി, പാല് കുടിക്കുന്ന കുട്ടി, ഉമ്മാന്റെ ഷൂ അയച്ചു കൊടുക്കാൻ, ഉമ്മാന്റെ ഷൂ ഉമ്മ അയച്ചിട്ട് നേരം വേണ്ട, കുട്ടി അയച്ചു കൊടുക്കാൻ കാത്തിക്കാണ്. ഉമ്മ കേറി വന്നിട്ട് ഉമ്മാന്റെ മടിയിലൊന്ന് ഇരിക്കാന്. നിങ്ങൾ ആലോചിച്ചു സഹോദരന്മാര്, എന്ത് ഉത്തരവാദിത്തമാണ്. നമ്മുടെ വീട്ടിലെ കോഴിക്കൂട്ടിലൊരു കോഴിയെ നിങ്ങൾ നോക്കൂ, ആ കോഴി തന്റെ മക്കളെ നോക്കുന്ന അതിന്റെ ഒരു കൃത്യത. മൂർഖൻ പാമ്പ് വന്നാലും തന്റെ മക്കളെ തന്റെ അകിടിനുള്ളിലാക്കി എത്ര സംരക്ഷണം കൊടുക്കുന്നു. ഒരു കാക്കക്കുഞ്ഞ്, ഒരു പശുവിന്റെ അതിന്റെ കുഞ്ഞിനെ നോക്കുന്നത് അല്ലേ? അതാ ദീന് പറഞ്ഞത്, ബൽഹും അതൽ, മൃഗങ്ങളെക്കാൾ അത് പറ്റിച്ചു പോയി, ഒരു ഉത്തരവാദിത്വം ഇല്ല. എന്നിട്ട് ചില ഉമ്മാര് പറയാണ്, ഓള് വന്നാലോ കുറെ ഓഫീസിലെ ജോലിയും തിരക്കേറ്റിട്ട് വരും, അല്ലെങ്കിൽ അതിന്റെ ക്ഷീണം, എന്നിട്ട് ഓള് കുറച്ചു നേരം മൊബൈലും ഇരിക്കും. കുട്ടികൾ വാപ്പിയും ഇല്ലാതെ വളരുക. ഓൾക്ക് ആകെയുള്ളൊരു സന്തോഷം ഒരു വല്യമുണ്ട് എന്നുള്ളതാണ്. ഒരു വീഡിയോയിൽ കണ്ടത് ഒറിജിനൽ വീഡിയോ ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കുട്ടി ഇങ്ങനെ സ്കൂളിൽ നിന്ന് ബസ് ഇറങ്ങിയിട്ട് നല്ലൊരു വീടും ഇന്റർലോക്ക് കിട്ടുന്ന നല്ല വീടിന്റെ സൈഡിൽ സ്കൂൾ ബസ് ഇങ്ങനെ വന്നപ്പോ കുട്ടി ഇങ്ങനെ ഓടി വരും. അന്ന് വിരുന്നേരാരോ വന്നിട്ടുണ്ട്. അപ്പൊ ഉമ്മ സിറ്റ് ഔട്ടിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഉമ്മ കുട്ടിനെ വാരിയിരിക്കാൻ വേണ്ടി, ഉമ്മന്റെ നേരെ ഇങ്ങനെ വരികയാണ് കുട്ടി. ഉമ്മ കുട്ടിനെ വാരിയിരിക്കാൻ വേണ്ടി വിരുന്നേരക്കള്ളല്ല, ഉമ്മ ഇങ്ങനെ കുനിഞ്ഞിട്ട് ഇരിക്കാൻ നിൽക്കുമ്പോ കുട്ടി സൈഡിൽ കൂടെ പോയിട്ട് അടുത്ത് ബംഗാളി പിന്നെ ഈ ഫിലിപ്പീനി ആയിട്ടുള്ള ഒരു ആയാണ് കുട്ടിയുടെ എല്ലാം. അഥവാ സെർവന്റിനെ കെട്ടിപ്പിടിക്കാനാ കുട്ടി പോണത്. ഉമ്മാനായിട്ടൊരു ബന്ധുല്ല എന്നർത്ഥം. അമ്മിഞ്ഞ പോലും കുടിച്ചിട്ടുണ്ടാവില്ല. എന്നിട്ട് ഈ കുട്ടികൾ നമ്മളെ വൃദ്ധസദനത്തിലാക്കുന്നതിന് നമ്മൾ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കുട്ടികൾക്ക് കൊടുക്കാൻ നമ്മൾ കൊടുത്തിട്ടില്ല. നമ്മൾ കൊടുത്തു വളർത്തിയ മക്കളാണ് ഇപ്പൊ നമ്മളെ വൃദ്ധസദനത്തിലാക്കുന്നത്. ഈ തലമുറ വരാനിരിക്കണേ ഉള്ളൂ. മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ അവരെ ചിത്രത്തിലേ ഇല്ല സഹോദരന്മാരെ, അല്ലേ? ഇപ്പോഴേ അങ്ങനെ ഇല്ല. പഠിച്ചു പല ആളുകളും, എനിക്കൊക്കെ അറിയാം എത്രയോ ആളുകൾ നല്ല ഹൈ എഡ്യൂക്കേഷൻ, ഭാര്യയും ഭർത്താവും പഠിച്ചാണ്ട് ജോലിയൊക്കെ റെഡി, സർട്ടിഫിക്കറ്റുകളെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അമേരിക്ക അല്ലെങ്കിൽ ഓസ്ട്രേലിയ, അതേപോലെ തന്നെ പിന്നെ മറ്റുള്ള പിന്നെ ഇന്ത്യക്ക് പുറത്തുള്ള സ്ഥലങ്ങൾ, ഓരോ കുട്ടികളും ഓരോ സേഫായി. ഇവിടെ വലിയൊരു വീട്ടില് വാപ്പിയും 4 ചുവരുകൾക്കുള്ളിൽ ഒരു മീൻ വാങ്ങി കൊടുക്കാൻ, ഒരു പച്ചക്കറി വാങ്ങി കൊടുക്കാൻ, ഇവര് വലിയ പ്രൊഫസർമാരൊക്കെയാണ്. സ്വന്തം കാര്യം നോക്കാൻ, ഒരു പേരക്കുട്ടിനെ നോക്കാൻ പോലുള്ള അവസരം നിഷേധിക്കപ്പെട്ട മാതാപിതാക്കളായി പോലെ നമ്മൾ. ഏത് വിഭാഗം? മറ്റുള്ളത് ചർച്ചല്ല ഇവിടെ. വഖലാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. നിന്റെ റബ്ബ് ഇതാ വിധിച്ചിരിക്കുന്നു, നിന്റെ റബ്ബിനോടുള്ള ബാധ്യതകൾ നീ പൂർത്തിയാക്കണേ. വബിൽ വാലിദൈനി ഇഹ്സാനാ,
മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണേ. വൃദ്ധരായ അവസ്ഥയിൽ നിന്റെ അടുക്കൽ വന്നാൽ ഒരു ചേ എന്നുള്ള വാക്ക് പോലും പറയല്ലേ. അവരെ കൂട്ടിപ്പിടിക്കണേ, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണേ. റബ്ബിർഹമുഹുമാ കമാ റബ്ബയാനി സഗീറാ. പോരാ, തീർന്നിട്ടില്ല നിന്റെ ഉത്തരവാദിത്വം. അവർക്ക് വേണ്ടി സദാ സമയവും പടച്ച റബ്ബേ നീ അവർക്ക് കരുണ കൊടുക്കണമേ, കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യണമേ എന്ന് പഠിപ്പിക്കപ്പെട്ട ഖൈറു ഉമ്മത്തിലെ ആ ആളുകളുടെ, ആണിന്റെ പെണ്ണിന്റെ അവസ്ഥയാണ് പറയുന്നത്.